ഇന്ന് ഞാൻ പറയുന്നത് കാളഹസ്തിയെക്കുറിച്ച് ആണ്. ചില ദിവസം ചിലത് ഓർമ്മ വരുമ്പോൾ അത് പറയുന്നു എന്നേ ഉള്ളൂ. പഞ്ചഭൂത ക്ഷേത്രങ്ങൾ ശിവതത്വവുമായിട്ട് ബന്ധിപ്പിച്ച് 5 ക്ഷേത്രങ്ങൾ ഉണ്ട്. ആകാശതത്വം ചിദംബരം, പേരിന് മനസ്സിലാവും. വായുതത്വമാണ് കാളഹസ്തി. കാളഹസ്തിയില് പോയപ്പോ കൂടെ കുറച്ചു പേര് ഉണ്ടായിരുന്നു. അവര് ക്ഷേത്രത്തിലത്തെ ഓരോരോ കാഴ്ചകൾ കാണാനായിട്ട് അവര് പോയി. നമുക്കറിയാമല്ലോ, ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ സത്സംഗമൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടാവാറില്ല. അവിടെ ഒരു കാഴ്ചയുണ്ട്, ഇവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ പോവാണ്. ഒരു എട്ടുകാലി, ഒരു സർപ്പം, ഒരാന, ഇത് മൂന്നിന്റെയും ചിത്രങ്ങൾ അവിടെ പലയിടത്തും കാണാൻ കഴിയും. പ്രതിമയുണ്ട്, എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കാളഹസ്തിയിൽ പോയത് കൊണ്ടൊന്നും കാര്യം ഇല്ല. ഏത് പ്രതീകവും നമുക്ക് തരുന്നത് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കാനാണ്. ഭാരതമാതാവിന്റെ ഒരു ചിത്രം കണ്ടാൽ ഭാരതം ഒരു സ്ത്രീയാ, അങ്ങനത്തെ ചോദ്യമല്ല. അത് ഭാരതത്തിനെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ച്, മാതാവായിട്ട് സങ്കല്പിച്ച് അത് അറിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. എട്ടുകാലി, സർപ്പം, ആന, മൂന്നും സ്ഥലത്തിന്റെ പേര് തന്നെ ശ്രീകാളഹസ്തി. ശ്രീകാളഹസ്തി എന്ന് പറഞ്ഞാലും ശരിയാണ്. കാളഹസ്തി നേരിട്ട് പറഞ്ഞാൽ പോരെ. ഇത് ഞാൻ നോക്കിയിട്ട് കുറെ നേരം അവിടെ തന്നെ ഇരുന്നു. കൂടെയുള്ള ഒരു യുവാവ് അസ്വസ്ഥനായി, എന്താ അവിടെ ഒക്കെ പോണം, അവിടെ പ്രസാദം കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. ഇവിടെ എന്താണോ ഈ 3 ഫോട്ടോ കാളഹസ്തിയിൽ വെച്ചത്, അയാൾക്കത് അറിയണമെന്നില്ല. ആ ചെറുപ്പക്കാരൻ കാളഹസ്തി കാണാൻ പോകുമ്പോ എട്ടുകാലിയായിട്ട് എന്താ ബന്ധം? സ്ത്രീ എന്നുള്ളതിന് അനവധി അർത്ഥമുണ്ട്. ഒരു പദത്തിന് സംസ്കൃതത്തിന് 10-30 അർത്ഥമൊക്കെ ഉണ്ടാവും. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എണ്ണ തേപ്പിക്കുന്നവെന്ന് അർത്ഥമുണ്ട്. ശ്രീ എന്നുള്ളതിന് വിഷം എന്നർത്ഥമുണ്ട്. നേരെ തിരിച്ച് എവിടെ ഏത് സന്ദർഭത്തിൽ പ്രയോഗിച്ചു എന്നനുസരിച്ചാണ് അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കട്ടെ. എട്ടുകാലി ഇത് മാത്രമല്ല, സ്ത്രീക്ക് പിന്നുള്ള അർത്ഥം പറഞ്ഞാൽ തീരില്ല. നാളെ നേരം വിളിച്ചാവുന്നേരം പറഞ്ഞാലും തീരില്ല. ഇപ്പൊ ഇവിടെ എട്ടുകാലി. കാലം, ടൈം, അതാണ് സർപ്പം. സർപ്പവും കാലവും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അസ്ഥി ആണ്. ഈ 3 ഗുണങ്ങൾ ചേർന്ന, ഇതിന്റെ 3ന്റെയും ഗുണം ചേർന്ന പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളിൽ ഈ 3 ഗുണവും ഉണ്ടാകണം. ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ കുറച്ചു പേരൊക്കെ സത്സംഗത്തിനായിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ആള് വരുമ്പോ ചിലവർ ആ തിരക്കിലേക്കൊന്നും പോവില്ല. ഒരു തിരക്കിലേക്കും പോവാതെ ഒരു ഭാഗത്ത് ഇരുന്ന് ചമ്മരം മടിഞ്ഞിരുന്ന് അമ്പലത്തിന് മുമ്പ് പോയാൽ 48 മിനിറ്റ്
പ്രസന്റ് വൈബ്രേഷൻ ഒരു സ്ഥലത്ത് നിൽക്കണം. അതാണ് കണക്ക്. ഒരു മുഹൂർത്തം എന്ന് പറയും, ഒരു നാഴിക. ഒട്ടും തിരക്കൂടണ്ട. എന്നാൽ ഇത് വീട്ടിലിരുന്ന് ചിന്തിച്ചൂടെ? വീട്ടിലിരുന്ന് ചിന്തിക്കില്ലല്ലോ, ചിന്തിച്ചാ മതി. ആ പോകുന്ന വഴിക്ക് അവിടെ ഇരുന്നു. എട്ടുകാലി പലതും നിർമ്മിക്കുന്നു. എന്നാൽ എട്ടുകാലി തന്നിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്നത്. നിങ്ങളെല്ലാം നിർമ്മിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ സ്വയം നിർമ്മിച്ചതാണ് ഈ ലോകം. എട്ടുകാലി വല ചെയ്യാൻ എട്ടുകാലിയിൽ നിന്ന് തന്നെയാണ് നൂല് ഉണ്ടാകുന്നത്. ആ വലയിൽ കുടുങ്ങി കിടക്കുന്നു. ആ എട്ടുകാലി നമുക്ക് പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു തരുന്നു, നിവൃത്തിയെക്കുറിച്ച് പറഞ്ഞു തരുന്നു. വിനയപൂർവ്വം പറയണം, 1.5 മണിക്കൂർ വേണം എട്ടുകാലത്തെ ബാക്കി ഗുണം പറയാൻ. അതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. എന്താ എട്ടുകാലെന്താ, അത് നമ്മുടെ ജീവിതം എന്താ? എട്ടുകാലി വലയിൽ ബന്ധനസ്ഥനൊന്നുമല്ല. സുരക്ഷിതമായിട്ട് ഓടാവുന്ന നൂലുകൾ ഏതാണ് എട്ടുകാലിക്കറിയാം? സ്ത്രീ. എട്ടുകാലി പ്രവൃത്തി നിവൃത്തി. ആ വലയെ കംപ്ലീറ്റ് ഇങ്ങോട്ട് വലിച്ച് എടുക്കാൻ കഴിയും. എട്ടുകാലിയെ കുറിച്ച് പഠനം നടത്തിയ ഒരാൾ വേണമെങ്കിൽ ഇതിങ്ങനെ നല്ല എന്ന് പറഞ്ഞാൽ ഇത് ഒക്കെ കവിഭാവനയാണല്ലോ. അധികവും കവിഭാവനകളാണല്ലോ ഇതൊക്കെ. ഇനി ശരിയാണോ ആൾ എന്തിനെ അന്വേഷിക്കണം? സർപ്പം, കാലം, ശ്രീ കാല അസി. അവിടെ കാലം എന്ന് പറയുമ്പോൾ എനർജി ഉണ്ടെങ്കിൽ ഇവിടെ കാലമുള്ളൂ. എന്താ കാലം എന്ന് പറഞ്ഞാൽ? കാലം, ടൈം അനുകൂലമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ഉണ്ടാകണം. കേൾക്കുന്ന നിങ്ങൾക്കും കാലം അനുകൂലമാകണം, നിങ്ങളിൽ എനർജി ഉണ്ടാകണം. അതും പാമ്പുമായിട്ട് എന്താ ബന്ധം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അറിയണം. അത് കാലം, പല കാലവും കേട്ടിട്ടുണ്ട്. കാലൻ എന്ന് കേട്ടിട്ടുണ്ട്. കാലൻ എന്നുള്ളതും കാലത്തെന്ന് വന്നത്. അത് പാമ്പ്. ഇന്നലെ ഒരു പാമ്പിനെ തൊടിയിൽ വെച്ച് കണ്ടു, ഞാൻ തല്ലിക്കൊന്നു. അപ്പൊ പാമ്പിന്റെ ശല്യമുണ്ട്. ഇവര് ചിലവര് പാമ്പിനെയും പെരിച്ചാഴിയും എലിയൊക്കെ ആരാധിക്കും. ആരാധനയുള്ള വാക്കാണ്. എനർജി ആണ് കാലം. എനർജിയുടെ രൂപമാണ് കോയിൽ പരുവത്തിൽ. കോയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കും. അപ്പൊ അതിന് എനർജി ആയിട്ട് തീർച്ചയായിട്ടും പറയും. കാരണം അതിലാ ഗുണമുണ്ട്. ഇന്ന വ്യക്തിയെ കണ്ടു, കൊരങ്ങനെ പോലെ ഉണ്ട്. അതുകൊണ്ട് എന്താ അർത്ഥം? അയാളെ കണ്ടാണല്ലോ ശരിക്കും കൊരങ്ങൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൊരങ്ങനുള്ള ചില അംശങ്ങൾ ഇപ്പുറത്തുണ്ടെന്നല്ല. ഈ കോയിൽ എനർജി, അതാണ് പാമ്പിന് മാത്രം ഇങ്ങനെ ചുരുണ്ടിടക്കാൻ പറ്റും. പോത്തിനും പശുവിനൊന്നും പറ്റില്ല. അവർക്ക് വേറെ ഗുണമുണ്ട്. ഇതാണ് ടൈം. പാമ്പ്. അസ്ഥി എന്ന് പറഞ്ഞാൽ ആന. ഇവിടുത്തെ അസ്ഥി തുമ്പിക്കൈ കൊണ്ട് മുട്ടുസൂചി എടുക്കാം, മരത്തടി എടുക്കാം, മൂന്നും പറ്റും. വകതിരിവ്. എട്ടുകാലിയെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ കാളഹസ്തി പോയിട്ട് കാര്യമില്ല. പല ദിവസവും ഞാൻ ഉറക്കം ഉണർന്നു മൂത്രയിക്കാൻ കയറുമ്പോ 2-3 എട്ടുകാലി എങ്ങനെയെങ്കിലും കയറും. തറ മാർബിളൊക്കെ ആണെങ്കിലും.
ഒന്നും ഞാൻ ചെയ്യില്ല. കാരണം നല്ല സഹനമായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. പിന്നെ കുറച്ചു നേരം എട്ടുകാലിയെ പറ്റി ആലോചിക്കും. അവന്റെ ജീവിതം, പ്രവൃത്തി, നിവൃത്തി. പിന്നാണ് നമുക്ക് പ്രതീകം. എട്ടുകാലിയെ കന്നിട്ട് ഒക്കെ തല്ലിക്കൊന്ന ഇത് കിട്ടും. ഇതുപോലെ പാമ്പ് എന്ന് പറഞ്ഞാൽ അത് ചുരുണ്ട് കിടക്കണു. ആ ചുരുണ്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ എനർജിയുടെ സ്റ്റോർ ചെയ്യുന്ന രോഗം. ആനയെ കാണുമ്പോൾ വകതിരിവ് വേണ്ടേ? ആ മുട്ടുസൂചി എടുക്കും, വലിയ മരത്തടി എടുക്കും. ഈ ഗുണങ്ങളെ കുറിച്ച് കുറെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഈ ഗുണം ഉണ്ടാവും. ബാക്കിയുള്ളവരൊന്നും വക വെച്ച് കയറ്റി അവര് പോന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു കുറച്ചു നേരം കൂടി എങ്ങനെ അവിടെ ഇരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. കൂടുതലുള്ളവർക്കൊന്നും കേൾക്കണമെന്ന് താല്പര്യമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. കാളഹസ്തിയെ പറ്റി പറയത്തേറ്റ 1000-ത്തിലൊരു അംശം എന്ന് പറഞ്ഞിട്ടുള്ളൂ. വാക്കുകൾ ചുരുക്കുന്നു. പിന്നെ നമുക്ക് സംസാരിക്കാം. നമസ്കാരം.